രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ഒരു നടപടിയും പാടില്ല എന്ന് പറയുന്ന കോൺഗ്രസ്സുകാർ KPCC ഓഫീസിലേക്ക് മാർച്ച് നടത്തി കഴിഞ്ഞാൽ ആ മാർച്ചിനെ പോലീസിനെ ഉപയോഗിച്ചും അതുപോലെ വാട്ടർ കാനൺ ഉപയോഗിച്ചുകൊണ്ട് നേരിടുക എന്നുള്ളതാണ് ഇന്ന് കണ്ടത്. ജനാധിപത്യപരമായിട്ടുള്ളൊരു പ്രതിഷേധമാണ് ഇവിടെ നടന്നത്. കാരണം ഇന്നലെ ഡൽഹിയിൽ നടന്ന പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തിൻ്റെ നിലപാടുകളെ എതിർക്കുക എന്നുള്ളതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ അരാജകത്വം സൃഷ്ടിക്കാനുള്ള ശ്രമം നടന്നപ്പോൾ ആ അരാജകത്വത്തെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ മാർച്ച് സംഘടിപ്പിച്ചത്. കോൺഗ്രസിനൊരു താക്കീത് എന്നുള്ള നിലയിലാണ് ഈ മാർച്ച് സംഘടിപ്പിച്ചത്. അരാജകത്വം അഴിച്ചുവിടുന്നതിൽ നിന്ന് കോൺഗ്രസ് പിൻവാങ്ങണം. പക്ഷേ ഇന്നിവിടെ ആ മാർച്ചിനെ നേരിട്ട രീതി, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഉദ്ഘാടന പ്രസംഗം നടക്കുന്നതിനിടയിൽ തന്നെ പോലീസും അതുപോലെ പോലീസിനോടൊപ്പം ഉണ്ടായിരുന്ന ബാക്കി ആളുകളൊക്കെ ചേർന്നുകൊണ്ട് ഈ സമരത്തെ അടിച്ചമർത്താനും ചോരയിൽ മുക്കിക്കൊല്ലാനുള്ള ശ്രമമാണ് നടന്നത്. അതുകൊണ്ടൊന്നും ജനങ്ങളുടെ പ്രതിഷേധം ഇല്ലാതാവില്ല എന്ന് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കും. പ്രവർത്തകർക്ക് നേരെ അക്രമം ഉണ്ടായോ? തീർച്ചയായിട്ടും പ്രവർത്തകരുടെ നേരെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് വാട്ടർ കാനണും അതുപോലെ ലാത്തിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പോലീസിൻ്റെ ആക്രമണമാണ് നടന്നത്. ആ ആക്രമണം അങ്ങേയറ്റം അപലപനീയമാണ്, പ്രതിഷേധാർഹം. ഈ സംഘർഷം അവസാനിക്കാൻ പോലീസുമായി ചർച്ച നടത്തിയല്ലോ, എന്താണ് പോലീസ് എന്തെങ്കിലും ഉറപ്പ് നൽകിയാൽ? അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എല്ലാവരും പിരിഞ്ഞു പോയി? ഇല്ലില്ല, ആൾക്കാരോട്